നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ശരീരത്തെ ഭാഗികമായോ അല്ലെങ്കിൽ മുഴുവനായി തന്നെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നുള്ളത്. ഇതിനുള്ള ആധുനിക ചികിത്സാ രീതികളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ മൊയിനുൽ ഹക്ക്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ശരീരത്തിൻ്റെ ഒന്നെങ്കിൽ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ മുഴുവനായി തന്നെ ബാധിക്കുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. ഇതെന്താണ് ഈ അസുഖം എന്ന് വിശദീകരിക്കാമോ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് തലച്ചോറ്. നമ്മുടെ ചിന്താശക്തി, ബുദ്ധി ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന അടിസ്ഥാന ഘടകമാണ് തലച്ചോറ്. ഇത് വളരെയധികം രക്തചംക്രമണം ആവശ്യമുള്ള ഒരു അവയവമാണ്. ഇതിലേക്കുള്ള രക്തക്കുഴലിൻ്റെ തകരാറുകൾ മൂലം ഉണ്ടാകുന്ന അസുഖത്തിനെയാണ് നമ്മൾ പൊതുവെ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് രക്തക്കുഴൽ അടിഞ്ഞത് മൂലമുള്ള സ്ട്രോക്ക്, ഇതിനെ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നത്. ഏകദേശം ഒരു 80-85% ആളുകൾക്ക് അടിഞ്ഞതുകൊണ്ട്, അതായത് ഇസ്കീമിക് സ്ട്രോക്കാണ് ഉണ്ടാകുന്നുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തക്കുഴൽ പൊട്ടിയത് മൂലമുണ്ടാകുന്ന സ്ട്രോക്ക്. ഇതിനെ നമ്മൾ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സ്ട്രോക്ക്. ഇത് പ്രധാനമായിട്ടും 80-85% വരെ ഇസ്കീമിക് സ്ട്രോക്ക് അഥവാ രക്തക്കുഴൽ അടഞ്ഞ മൂലം ഉണ്ടാകുന്ന സ്ട്രോക്കാണ്. പിന്നെ ബാക്കി ഒരു 15-20% രക്തക്കുഴൽ പൊട്ടിയത് മൂലം ഉണ്ടാകുന്നതാണ്. ഇതിന് രണ്ടിൻ്റെയും ചികിത്സ ഈ അടിസ്ഥാന കാരണം വ്യത്യാസമായതുകൊണ്ട് ചികിത്സയിലും വ്യത്യാസമുണ്ട്. എങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് സ്ട്രോക്ക് വരാൻ? ഇതിന് സ്ട്രോക്കിന് പ്രധാനമായിട്ടും നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ പോലെ തന്നെ 5 മേജർ റിസ്ക് ഫാക്ടറാണ് പറയാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹം അഥവാ നമ്മുടെ രക്തത്തിലെ ഷുഗർ വളരെ ക്രമാതീതമായി കൂടുന്നത്. ഇത് കൺട്രോൾ ഇല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈയിടെയായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒന്നിച്ച് തന്നെ പ്രമേഹം വളരെയധികം കൂടി വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ പ്രധാന ഒരു കാരണമുള്ളത് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം. ഇതൊരു 140/90 ആണ്. നമ്മുടെ ഒരു 2 പ്രഷറുണ്ട്, സിസ്റ്റോളിക് ഡയസ്റ്റോളിക്. അപ്പോൾ ഇത് 140/90 മുകളിലുണ്ടെങ്കിൽ അവരൊക്കെ പ്രഷറുള്ള ആളുകളാണ്. ഇത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലും സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്മോക്കിങ്. പുകവലി അത് ഏത് രൂപത്തിലാണെങ്കിലും, വലിയാവാം അല്ലെങ്കിൽ മൂക്കിൽ വലിക്കുന്നതാവാം, പുകയില ഏത് രൂപത്തിലും അത് ഇതിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പിന്നെ ഈ സെഡൻഡറി ലൈഫ്, നമ്മുടെ എന്താ പറയുക, വ്യായാമ കമ്മി എന്ന് പറയുന്നത് ഇത് വളരെയധികം കൂടുതലായിട്ടുള്ള. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോള്. നമ്മളെ കൊളസ്ട്രോളിൻ്റെ ലെവല് പിന്നെ 200ൻ്റെ മുകളിൽ രക്തത്തിൽ പോവുകയാണെങ്കിൽ അതും ഇതാണ് മേജർ 5 റിസ്ക് ഫാക്ടേഴ്സ്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് വിമലയാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറയൂ. എന്റെ ഭർത്താവിന് വേണ്ടിയാ വിളിക്കുന്നത്. പറയൂ. സ്ട്രോക്ക് വന്നിട്ട് 1 വർഷമായി. ഓക്കെ. ഇപ്പോഴും ഞങ്ങള് ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തിരുമ്മ കഴിഞ്ഞു. പക്ഷെ എന്നാലും പതിയെ നടക്കുന്നുണ്ടായിരുന്നു. പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് കൂടുക. പിന്നെ പനി വന്നു കഴിയുമ്പോഴേ ഇപ്പോഴും പനി വന്നു. അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ സംസാരം ശരിയാവുന്നില്ല. അത് സ്ട്രോക്ക് ഒരു പരിധി വരെ നമുക്ക് അത് പിന്നെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സുഖാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂറും അല്ലെങ്കിൽ ആദ്യത്തെ 6 മണിക്കൂറുമാണ്. ആ നേരത്തെ തന്നെ ആണെങ്കിൽ നമുക്ക് തകരാറുകൾ പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ 2 തരം ചികിത്സയുണ്ട്. ഒന്ന്, ആദ്യത്തെ 4.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ നിന്നും ചെയ്യാവുന്ന പോലെ തന്നെ ഇൻട്രാവീനസ്, അതായത് നമ്മളെ രക്തക്കുഴലുണ്ടല്ലോ അതിൽ കൂടെ തന്നെ ഒരു അരിയിക്കാനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 30-35% ആളുകൾക്ക് അപ്പം തന്നെ പൂർണ്ണമായിട്ടും ശരിയാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ ബാക്കി ആളുകൾക്ക് വലിയ രക്തക്കുഴലാണ് തടസ്സം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അത് വലിച്ചെടുക്കുന്ന സൗകര്യങ്ങളുണ്ട്. അതൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ചില പ്രത്യേക കേസിൽ 12 മണിക്കൂർ വരെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആളുകൾക്കും നമുക്ക് കുറേ ഡെഫിസിറ്റുകൾ, അതായത് ബുദ്ധിമുട്ടുകൾ പെർമനൻ്റ് ആയിട്ടുണ്ടാവും. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ചികിത്സ വെച്ചിട്ട് ശരിയാക്കാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പനി മൂലം മാത്രം കൂടിയതാണെന്നുണ്ടെങ്കിൽ അത് പനി എന്ത് കാരണം കൊണ്ടാണെന്ന് നോക്കുക. അപ്പോൾ പൊതുവേ ശരീരം ക്ഷീണിക്കുമ്പോൾ ഏത് അസുഖങ്ങളും കുറച്ച് അധികമാവുമല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇരിക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് പനി മാറി ബാക്കി പനീൻ്റെ ചികിത്സകളൊക്കെ കൊടുത്താൽ ശരിയാവുന്നുള്ളൂ. പിന്നെ വർത്തമാനം 2 തരത്തിലുണ്ട് ബുദ്ധിമുട്ട്. ഒന്ന്, വർത്തമാനം നമുക്ക്
പറയാനേ അറിയാതിരിക്കുക, അല്ലെങ്കിൽ പറയാനുള്ള കഴിവ് പോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ അയാൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയും ഉണ്ട്, പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ ശരിയാവും. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറാണോ? ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ ഞാൻ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഊഞ്ഞലിന്റെ മുകളിൽ വീണിണ്ടായിനെ. എന്നിട്ട് ഇപ്പം പിന്നെ കൊറേ 10-15 വർഷം കഴിഞ്ഞ്. അപ്പൊ ഇപ്പം ഭയങ്കര പിന്നെ പുറം വേദനയും കാലും കയ്യും അങ്ങനെ ഒന്നായിട്ട് വേദനയൊക്കെയാണ്. അത് പക്ഷാഘാതമായിട്ട് ബന്ധപ്പെട്ട ഒരു ലക്ഷണമല്ല. പക്ഷാഘാതം നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നില്ല, അടിക്കുക എന്ന് പറയുന്നത്, ചുറ്റി കൊണ്ട് കടിക്കുന്നത്, അതേപോലെ പെട്ടെന്ന് വരുന്നത് ആ പക്ഷാഘാതം. ഒരു 15 വർഷം മുമ്പ് നമ്മൾ വീണിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ അത് പക്ഷാഘാതമായിട്ട് ബന്ധമുള്ളതല്ല. അത് നമുക്ക് അല്ലാതെ തന്നെ ചികിത്സിച്ചിട്ട് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ പി കോളറിൽ ഒരു കൺഫ്യൂഷൻ പറഞ്ഞ പോലെ പല അസുഖങ്ങൾക്കും ശരീരത്തിന് തളർച്ച ഉണ്ടാകുന്നുണ്ട്. സ്ട്രോക്കിന് അല്ലെങ്കിൽ പക്ഷാഘാതത്തിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പക്ഷാഘാതം നമുക്ക് പിന്നെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഇത് എന്തും ആവാം. അതായത് ഇപ്പോൾ നമ്മളെല്ലാ അവയവവും കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറാണ്. അപ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ഇപ്പോൾ ഈ സ്ട്രോക്ക് ബാധിച്ചത് അതിനനുസരിച്ച് നമ്മളെ ബുദ്ധിമുട്ടിൽ വന്നുകൊണ്ടിരിക്കും. പലപ്പോഴും നമുക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് സ്ട്രോക്കാണ് ഉണ്ടായെന്നുള്ളത്. ഉദാഹരണത്തിന് ഒരാൾക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള കഴിവ് പോയി എന്നിരിക്കാം. അയാളെ ബാക്കിയൊക്കെ നോർമലാണ്, കൈ നോർമലാണ്, കാല് നോർമലാണ്, അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അയാൾ മാനസിക വിഭ്രാന്തിയാണെന്ന് വരെ തെറ്റിദ്ധരിക്കുക. അതേപോലെ തന്നെ ഒരു പ്രത്യേക സമയത്ത് അയാൾക്ക് അങ്ങോട്ട് പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങോട്ട് വേറെ എന്തെങ്കിലും. ഇപ്പോൾ പലപ്പോഴും പല ഭാഷകളും മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് ഈയിടെ അടുത്ത് വന്ന ഒരു രോഗി, അയാൾ പ്രധാന ലക്ഷണം, അയാൾ കുറേ കാലം ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ്. അയാൾ രാവിലെ എണീറ്റപ്പോൾ അയാൾ ടർക്കിഷ് ഭാഷയിൽ മാത്രം സംസാരിക്കുന്നു. വേറൊന്നും അയാൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അതിൽ മാത്രം പറയുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കാർക്കും ടർക്കിഷ് അറിയുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത് സെൻസാണോ അല്ലേന്നും കൂടി അറിയുന്നില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അതിനിടയ്ക്ക് സൈക്യാട്രിസ്റ്റിനെ കണ്ടു, വേറെ ആളുകളെ കണ്ടു. പക്ഷേ അയാളെ സ്പീച്ചിൻ്റെ ആ ഒരു സെൻറ്റർ മാത്രമേ ബാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. MRI എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരു ഇൻഫാക്റ്റ് വരുന്നു, ഒരു രക്തകോല അടിഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ തലച്ചോറിൻ്റെ പിൻഭാഗത്താണ് ഓക്സിപിറ്റൽ ഏരിയ എന്ന് പറയും. ഇതാണ് നമ്മളെ കണ്ണിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ട്രോക്ക് ബാധിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം 2 ഭാഗത്തുണ്ടെങ്കിൽ തീരെ കണ്ണ് കാണാതാവും. അപ്പോൾ കണ്ണിനല്ല അസുഖം, കണ്ണ് പരിശോധിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പിന്നെ നോക്കുമ്പോഴേ ഇതാണ് ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം കാണാതാവും. അതിപ്പോൾ ഒരു ഡ്രൈവർക്കാർ ഉണ്ടായെന്നുണ്ടെങ്കിൽ വളരെ വിഷമമായിരിക്കും. അയാൾക്കൊരു ഭാഗത്തുനിന്ന് വരുന്ന വണ്ടി വരുന്നുണ്ടെന്ന് അയാൾക്ക് അറിയില്ല. പലപ്പോഴും ആക്സിഡൻറ്റോ ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് നമ്മുടെ മോട്ടോർ ഡെഫിസിറ്റ്, അതായത് കൈയിനോ കാലിനോ ഉള്ള തളർച്ച മാത്രമാണ് നമ്മളെ മനസ്സിലുള്ളത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. പക്ഷേ അതല്ലാതെ ഒരുപാട് ലക്ഷണങ്ങളുണ്ടാവും. ഇപ്പോൾ നേരത്തെ ആ രോഗി പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കൈ കാലിനൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ചില അസുഖങ്ങളുണ്ടാവുക അസാധാരണമായിട്ട് കരയുക അല്ലെങ്കിൽ ചിരിക്കുക. വെറുതെ ഒരു പരിചയമുള്ള ഒരാൾ വന്നു, അപ്പോഴേക്കും ഇവർ വെറുതെ ചിരിക്കുക. അല്ലെങ്കിൽ വെറുതെ ഒരാൾ വന്നു, കരയേണ്ട ഒരു ആവശ്യമില്ല, എന്നാലും അവരിപ്പോൾ ഒരു പേരക്കുട്ടി വന്നു, ഇതൊക്കെ വരുമ്പോഴേക്കും അവർക്ക് വെറുതെ കരച്ചിൽ വരും. അങ്ങനെ പല ലക്ഷണത്തിലുണ്ടാവുക. പക്ഷെ നമ്മളെ മനസ്സിലുള്ളതും ഏറ്റവും സാധാരണമായിട്ടുള്ളത് ഒരു ഭാഗം തളർന്നു പോകുക അല്ലെങ്കിൽ 2 ഭാഗം തളർന്നു പോകുക, അത് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിനെ നമ്മൾ പിന്നെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതിൻ്റെ ഒരു ചുരുക്കപ്പേരുണ്ട്, ഫാസ്റ്റ് എന്ന് പറയും. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ഫാസ്റ്റ്, അതായത് രോഗികൾക്ക് നമ്മുടെ പിന്നെ ഒരു വേൾഡ് സ്ട്രോക്ക് അസോസിയേഷൻ ഉണ്ട്. അവരെ ഒരു 2 വർഷം മുമ്പത്തെ നമ്മളൊരു മോട്ടോ വരുന്നു ആളുകൾക്ക് ഇത് സ്ട്രോക്കിനെ പറ്റി പറയാൻ, ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എഫ് ഫേസ്, ഇപ്പോൾ നമ്മൾ മുഖം ഒരു ഭാഗത്തേക്ക് കോടിപ്പോവുക, ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയുള്ളതാണ്. ആം എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ആം ഡ്രിഫ്റ്റ് എന്നാണ് പറയുക. അതായത് കൈ ഇങ്ങനെ വെച്ചാൽ ഒന്നിനും തീരെ ഇളകാൻ പറ്റാതാവും, അതെല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ കൈ വെറുതെ പിടിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകും, അങ്ങനെ പിടിക്കാൻ പറ്റാതെ അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ തീരെ ഇളകാൻ പറ്റാതാവും. അത് ഇപ്പോൾ എഫ് എ. പിന്നെ എസ്, അത് സ്പീച്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ പിന്നെ സ്പീച്ച് ഏത് രീതിയിലും ഇതാവാം. നമുക്ക് തീരെ സംസാരിക്കാൻ പറ്റാതെ ആവാം, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ള പോലെ ആവാം, അല്ലെങ്കിൽ ഒന്നുമില്ല, സംസാരിക്കാനും പറ്റുന്നില്ല, മനസ്സിലാവുന്നതിനും പറ്റുന്നില്ല, ഏത് രീതിയിലും ആവാം. അപ്പോൾ നമ്മളൊരു
അത് സന്ദർഭത്തിലല്ലാത്ത കുറേ എന്തെങ്കിലും വാക്കുകൾ പറയുക, ഇപ്പോൾ സമയത്തിനായെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും പറയുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പീച്ചിൻ്റെ എന്ത് അബ്നോർമാലിറ്റിയും അതിന് മുമ്പ് ഇല്ലാത്ത എല്ലാ ഇതിനും. പിന്നെ ടീ എന്തുകൊണ്ടാവും എന്താണെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? അങ്ങോട്ടൊന്നും ചോദിക്കാം. ടീ അത് ടൈമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. അതായത് അതൊരു ലക്ഷണമല്ല, എന്നാലും അത് അത്രയും പ്രധാനപ്പെട്ടാണ്. അത് നമ്മളിപ്പോഴത്തെ പുതിയ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ രക്തക്കുഴലിൻ്റെ തകരാറ് കൊണ്ടാണല്ലോ ഇതുണ്ടാവുന്നത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ രക്തക്കുഴൽ തുറക്കണം, അതാണ് നമ്മൾ ചികിത്സയുള്ളത്. അതാണ് ടൈം മിസ് ബ്രെയിൻ എന്നാണ് നമ്മൾ പറയുക. അതായത് ഓരോ മിനിറ്റ് നമ്മൾ വൈകിയാലും അതിൽ ബില്യൺ കണക്കിന് ന്യൂറോൺസ് വലിയ രക്തക്കുഴലടഞ്ഞെന്നുണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചികിത്സേൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടൈം, എപ്പോഴാണ് ഇത് തുടങ്ങിയെന്നുള്ളത്. അതിനനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യാനുള്ളത്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ആൾക്ക് 10 വർഷമായി ആള് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ആദ്യം അസുഖം. അത് മാറി, ട്രീറ്റ്മെന്റ് മാറി. അതൊക്കെ മാറിയതിന് ശേഷം ഒരു മരുന്നിന്റെ ഇതുകൊണ്ട് ഒരു സൈഡ് തളർന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇപ്പൊ ക്യാൻസറിന്റെ മരുന്നുകൾ ഇന്നത്തെ ഒരു 7-8 കൊല്ലായി. അത് കംപ്ലീറ്റ് മാറി, ഒരു ട്രീറ്റ്മെന്റ് അതിന്റെ നടക്കില്ല. പക്ഷെ ഈ തളർന്നിട്ട് ഞങ്ങൾ കുറെ ആയുർവേദം നോക്കി, ഉഴിച്ചിലെ കാര്യങ്ങൾ നോക്കി, പിന്നെ ഡോക്ടർമാരെ കണ്ട, അപ്പൊ അവരൊന്നും മാറില്ല എന്ന് പറഞ്ഞിട്ടാണ് ആയത്. പക്ഷെ എന്നാലും ഞങ്ങൾ ആയുർവേദം കുറെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ കുറച്ച് 5-6 കൊല്ലം 3-4 കൊല്ലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ആളിങ്ങനെ പറയണക്ക് സൈഡ് കൊണ്ട് കുറച്ചൊരു ബലം തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഡോക്ടർമാർക്ക് നമുക്ക് സംസാരിച്ച് നോക്കിയിട്ട് പോയി കാണാവുന്നൊരു അഭിപ്രായം എടുത്തു. ഏത് മരുന്നാണ് എന്താണെന്ന് അറിയാതെ നമുക്ക് അത് അങ്ങനെ ഒരു വെറുതെ ഒന്ന് ഒരു ഉപദേശം തരാൻ പറ്റിയൊരു ചോദ്യമല്ലല്ലോ. ഏതോ ഒരു മരുന്ന് കഴിച്ചപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഏത് മരുന്നാണെന്നും എപ്പോഴാണെന്നുള്ളതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതല്ല, ഇത് തുടങ്ങിയിരിക്കുന്നതേ എന്തോ ഒരു മരുന്ന് അടിച്ചിട്ടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് എന്താണെന്ന് അറിയാതെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അറിയുന്നതാണ്. നമുക്ക് പിന്നെ പ്രതി മരുന്നുകൾ ഉള്ളതാണെങ്കിൽ, അത് ആൻറ്റിഡോട്ട് ഉള്ളതാണെങ്കിൽ അത് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് എന്താണെന്ന് അറിയാതെ നമുക്കൊരു ഉപദേശം തരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണല്ലോ. അപ്പൊ ഡോക്ടറല്ല, നമ്മള് ഇപ്പൊ വേറൊന്നല്ല ചോദിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് അന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോ കീമോന്റെ ഡോസ് ഇതായിട്ടാണ് ഇങ്ങനെ വന്നേന്ന്. ഡോസ് ഹൈ ആയ കാരണം സ്ട്രോക്ക് പോലെ വന്നു, പ്രഷർ ആയിട്ട്. അങ്ങനെയാണ് ഒരു ഭാഗം തളരാൻ കാരണം. നിങ്ങൾ കടലാസിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ഗോപികൃഷ്ണൻ എന്നാണ്. ഞാൻ നെന്മാറയെന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് അറിയേണ്ടത്, പക്ഷെ എനിക്ക് ചെറിയ ഒരു ബിപിയുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 13-14 വർഷമായിട്ട് അതിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതിന് സാധ്യതയുള്ളൊരു ആൾക്കാരാണ് ഈ ബിപി കൂടിയവർ. അതെ അതെ, ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ പിന്നെ ഇതിൽ തന്നെ ഞങ്ങളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ. അതായത് ബിപി പിന്നെ ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പ്രമേഹമാണ് ഏറ്റവും കൂടുതൽ കാരണം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബിപി എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും കൺട്രോൾ നിർത്തണം. ചില ആളുകൾക്ക് കുറച്ചാളും നല്ല കൺട്രോൾ നിർത്തും, പിന്നെ അവർക്ക് തോന്നിയ പോലെ ജീവിക്കും, മരുന്ന് ഇടക്ക് നിർത്തും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നല്ല കൺട്രോൾ നിർത്തുകയാണെങ്കിൽ സാധാരണ ആളുകൾ പോലെ തന്നെ നിൽക്കാം. നല്ലൊരു റിസ്ക് ഫാക്ടറാണ് ഈ ബി പി എന്നുള്ളത്. അത് നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിങ്ങൾ എല്ലാ സമയത്തും അത് വളരെയധികം കൺട്രോളിൽ ഒരു 140/90 മുകളിൽ ഒരു നേരത്തും പോകാതെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അതെ സാർ, ഇതിന്റെ നമുക്ക് സിംറ്റംസ് എന്താണ്? നമ്മൾ സപ്പോസ് ഇത് കൺട്രോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നതിന്റെ സിംറ്റംസ് എന്താണ്? അല്ല, അത് ബി പിന്റെ വേറൊരു പേര് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയും സൈലന്റ് കില്ലർ എന്നാ. അതായത് നിശബ്ദ ഘാതകൻ. അതായത് നമ്മൾ ബി പി കൊണ്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്നത് പ്രോബ്ലം ഉണ്ടായിട്ടേ നമ്മൾ അറിയുള്ളൂ. ചിലപ്പോൾ കിഡ്നി ആവും തകരാറാവുക, ചിലപ്പോൾ പക്ഷാഘാതമാവും വരിക, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവും വരിക, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയാവും പോവുക. പക്ഷെ അതൊക്കെ ഉണ്ടായാലേ അറിയുള്ളൂ. ബി പി നമുക്ക് നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. വളരെ വളരെ അപൂർവമായിട്ട് ഒരുപാട് അധികം ബി പി ഉണ്ടെങ്കിൽ തലവേദന വരും. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും മനസ്സിലുണ്ട് തലവേദന ഒന്ന് ബി പി ആണ്. അത് വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. അത് അത്ര അധികം ബി പി ഉണ്ടെങ്കിൽ മാത്രമേ തലവേദന വരുന്നുള്ളൂ. ബാക്കി നേരത്തൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ നോക്കിയിട്ട് തന്നെ അറിയുന്നുള്ളൂ. ഇപ്പൊ ബി പിനെ നമ്മൾ പറയാം സൈലന്റ് കില്ലർ. അല്ല, അത് നമുക്ക് അറിയാൻ നിവൃത്തിയില്ല. അത് നിങ്ങൾ കൺട്രോളിലാണെങ്കിൽ എല്ലാ 3 മാസത്തിലും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. കൺട്രോൾ ഇല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കുറച്ച് എപ്പോൾ വേണമെന്നുള്ള നിങ്ങളെ ഡോക്ടർക്ക് പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങളെ ബി പി എത്രയുള്ളതിനനുസരിച്ചിരിക്കും അത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളെയാണ് സ്ട്രോക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഏത് ഭാഗത്താണ് എഫക്ട് ചെയ്തിട്ടുള്ളതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? പ്രധാനമായിട്ടും നമുക്ക് പിന്നെ അത് സ്കാനിങ് ആണുള്ളത്. പ്രധാനമായിട്ട് 2 തരം സ്കാനാണുള്ളത്. CT സ്കാൻ എന്ന് പറയുന്നത് അടിസ്ഥാന സ്കാനിങ് ആണ്. ഇതാണ് ഏറ്റവും നമുക്ക് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇപ്പോൾ വേൾഡ് വൈഡ് അതിൻ്റെ പ്രോട്ടോകോൾ ഉണ്ടാകുമ്പോൾ CT സ്കാൻ ബേസ്ഡാണ് അധികം ഉള്ളത്. പക്ഷേ അതിലേറെ ഒരുപാട് മെച്ചത്തിലുള്ളതാണ് MRI എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം എത്ര സമയമായി, ഇപ്പോൾ CT സ്കാനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പിന്നെ സ്ട്രോക്ക് ഉണ്ടായി, അത് അടഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു 2, 3, 4 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ അറിയില്ല സ്ട്രോക്ക് ഉണ്ടായിന്ന് അറിയില്ല. രോഗിനെ നോക്കിയാൽ നമുക്ക് അറിയും, പക്ഷേ CT സ്കാനിൽ മനസ്സിലാവില്ല. MRI ആണെങ്കിൽ സാധാരണ നമുക്കൊരു 15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായോ എന്നുള്ള അറിയാം. MRIക്ക് പ്രത്യേക സീക്വൻസുകളുണ്ട്. ഒരൊറ്റ സ്കാനല്ല, MRI പല തരത്തിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ സീക്വൻസ് വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഏതാ പുതിയത് ഏതാ പഴയത്, ഇത് വന്നിട്ട് എത്ര സമയമായി എന്നുള്ള അറിയാം. അപ്പം ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ CT സ്കാനാണുള്ളത്. പക്ഷേ ഒന്നുമില്ലാതെ ചെയ്യുന്നില്ലാതെ നല്ലത് എപ്പോഴും ഒരു CT സ്കാനെങ്കിലും വേണം. അതായത് ഇപ്പോൾ ഇത് നമ്മളെ ലക്ഷണങ്ങളൊക്കെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം കമ്മിയായി എന്നുള്ളതേ അറിയുന്നുള്ളൂ. അത് പൊട്ടിയതുകൊണ്ടും ആവാം അടഞ്ഞതുകൊണ്ടും ആവാം. അപ്പോൾ നമുക്ക് അടഞ്ഞതാണോ പൊട്ടിയതെന്ന് അറിയണമെങ്കിൽ സ്കാൻ കൂടിയേ തീരുള്ളൂ. പിന്നെ തലച്ചോറിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിന് നമ്മുടെ എപ്പോഴും ബ്ലോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരാൾ ഒരിക്കൽ നെഞ്ഞുവേദന വന്നു പിന്നെയും നെഞ്ഞുവേദന വന്ന് നമുക്ക് ഉറപ്പിക്കുക ബ്ലോക്കാന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഒരുപാട് പ്രാവശ്യം ബ്ലോക്കായി വന്ന ആൾ പിന്നെ വരുമ്പോൾ ചിലപ്പം ബ്ലീഡ് ആയിരിക്കും, അതായത് പൊട്ടിയിട്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് പിന്നെ സ്കാൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ. പല നൂതന ചികിത്സാ രീതികളൊന്നും സ്ട്രോക്കിന് ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതെന്ന് വിശദീകരിക്കുക? ഇത് പിന്നെ ഈ ഇപ്പോൾ കഴിഞ്ഞ വർഷം അതായത് 2016 വേൾഡ് വൈഡ് നമുക്ക് ഒരു 5 ട്രയൽ ഒന്നിച്ച് വന്നു. ഒരു മെഡിക്കൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് 10 മെഡിക്കൽ അഡ്വാൻസസിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞത്. അത് ഞാൻ രണ്ടാമതായി പറയാം, പക്ഷെ അതെല്ലാവർക്കും വേണ്ടാത്തതുകൊണ്ട്. ഇപ്പോൾ ചികിത്സേൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, രക്തക്കുഴൽ അടഞ്ഞതാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അത് തുറക്കണം, ടൈം ഇസ് ബ്രെയിൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുള്ളത് നമ്മളെ ഇൻട്രാവീനസ്, അതായത് നമ്മുടെ വെറുതെ രക്തക്കുഴലിൽ കൂടി തന്നെ കൊടുക്കുന്ന ത്രോംബോലൈസിസ് എന്ന് പറയും. IVT, ഇൻട്രാവീനസ് ത്രോംബോലൈസിസ്. ഇതൊരു 30% ആളുകൾക്ക് ബ്ലോക്ക് തീർക്കാൻ പറ്റും. ഇത് പക്ഷേ മൈനർ സ്ട്രോക്കിനാണ് ഇതിന് പ്രധാനമായിട്ടും പറ്റുക. അപ്പോൾ നമുക്ക് ചില സ്കോറുകളൊക്കെ ഉണ്ട്, പരീക്ഷയ്ക്കൊക്കെ മാർക്ക് ഇടുന്ന പോലെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എത്ര സ്കോർ ഉണ്ടെന്ന് നോക്കിയിട്ട് ആ സ്കോർ കൂടുതലാണെങ്കിൽ NIH സ്കോർ എന്ന് പറയും, അത് ഒരു 7 അല്ലെങ്കിൽ 10 കൂടുതലാണെങ്കിൽ അയാൾക്ക് വലിയ രക്തക്കുഴൽ അടഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വലിയ രക്തക്കുഴൽ അടഞ്ഞ ആളുകൾക്ക് നമ്മളെ ഇൻട്രാവീനസ് ത്രോംബോലൈസിസ് വേണ്ടത്ര പലിക്കില്ല. സാധാരണഗതിയിൽ 1/3 ആളുകൾക്ക് പലിക്കും, പക്ഷെ അവർക്ക് വലിയ രക്തക്കുഴലാണ് അടഞ്ഞതെന്നുണ്ടെങ്കിൽ ഇത് പലിക്കില്ല. അങ്ങനത്തെ ആളുകളെ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിട്ട് അവർക്ക് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയും. അതായത് നമ്മൾ എവിടെയാണോ രക്തക്കുഴൽ അടഞ്ഞത് അവിടേക്ക് നമ്മൾ ആദ്യം മറ്റേ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ ഇവിടെ ഒരു ഇതുണ്ടാക്കും. അതിൽ കൂടെ നമ്മളൊരു കുറച്ച് വലിയൊരു കത്തീറ്റർ എന്ന് പറഞ്ഞ സാധനം ഒരു കഴുത്ത് വരെ എത്തും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മൈക്രോ കത്തീറ്റർ എന്ന് പറഞ്ഞൊരു ചെറിയ സാധനം നമ്മൾ എവിടെ അടഞ്ഞെന്നുണ്ടെങ്കിൽ അവിടെ പോകും. എന്നിട്ട് അത് 2 തരത്തിലാണ് അതിൻ്റെ എന്നുള്ളത്. ഒന്ന് സ്റ്റെൻറ്റ് റിട്രീവർ എന്ന് പറയും, അതായത് നമ്മളൊരു സാധാരണ ഹൃദയത്തിലേക്ക് ഉപയോഗിക്കുന്ന അതേപോലുള്ള ഒരു സ്റ്റെൻറ്റ് നമ്മൾ ഈ ക്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ നെഗറ്റീവ് പ്രഷർ കൊടുത്ത് അപ്പോൾ ആ സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ ക്ലോട്ട് ഇരിക്കും. എന്നിട്ട് സ്റ്റെൻറ്റ് ഒന്നിച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കുക. പിന്നെ അതും കഴിഞ്ഞിട്ടുള്ള വേറൊരു പരിപാടിയാണ് നമ്മൾ ആസ്പിറേഷൻ അഡാപ്റ്റ് ടെക്നിക് എന്ന് പറയും. അത് നമ്മൾ ഒരു ഇതേപോലെ തന്നെ സ്റ്റെൻറ്റിന് പകരം അവിടെ വെറുതെ ഒരു കുഴലിൽ പോയി ഈ എവിടെയാണ് കട്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ കുഴലെത്തിക്കും. എന്നിട്ട് ഈ മറ്റേ ഭാഗം ശരീരത്തിൻ്റെ പുറത്തുള്ള ഭാഗം നമ്മളൊരു വാക്യൂം പമ്പ് പോലെയുള്ള ഒരു വളരെ ചെറിയ പ്രഷറിൽ തലച്ചോറിൻ്റെ ഉള്ളിലാണല്ലോ അതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സെക്ഷനിൽ ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മൾ ക്ലീൻ ആക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയുള്ളത്. ഇത് രണ്ടും ഇപ്പം വേൾഡ് വൈഡ് ഏറ്റവും പിന്നെ ഇതിലുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു 5-6 സ്റ്റഡീസ് ഒന്നിച്ച് ഇത് നല്ലതാണെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ പുറത്തൊക്കെ ഇതിൻ്റെ ചികിത്സ ഫസ്റ്റ് ലൈൻ തന്നെ ഇതാണ്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു 6 മണിക്കൂറിൽ ഏറ്റവും ഫലപ്രദമാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു ചില പ്രത്യേക കേസിൽ 12 മണിക്കൂർ, ഇപ്പോഴത്തെ ഈ ഡേറ്റ് 24 മണിക്കൂർ വരെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും കിട്ടില്ല. പിന്നെ നമ്മളൊരു ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ടാവും. എൻ്റെ തലച്ചോറ് ചിലപ്പോൾ പിന്നെ ആവറേജ് എല്ലാവരും ഒരു 6 മണിക്കൂർ വരെ രക്തമില്ലാതെ നിൽക്കുകയുള്ളൂ. പക്ഷേ പിന്നെ ഒരാളത് ചിലപ്പം 6 മണിക്കൂർ നിൽക്കും. വേറെ ചില ആളുകൾക്ക് ഇപ്പോൾ മേജർ രക്തക്കുഴൽ അടഞ്ഞാലും ചുറ്റുഭാഗത്തുള്ള ചെറിയ ചെറിയ രക്തക്കുഴൽ, ഞങ്ങളതിൽ കൊളാട്രൽസ് എന്ന് പറയും, അതുവഴി കുറേശ്ശെ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിയാവാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ കൊളാട്രൽസ് തീരെ ഇല്ലാത്ത അപൂർവം ചില ആളുകളുണ്ടാവും. ഇപ്പോൾ ഭയങ്കര പ്രമേയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജന്മനാ തന്നെ കൊളാട്രൽസ് ഇല്ലാത്ത ആൾക്കാർ,
അവർ ചിലപ്പോൾ 6 മണിക്കൂറും കൂടി നിൽക്കില്ല. അവരതിന് മുമ്പ് തന്നെ മോശമായിട്ടുണ്ടാവും. മുഴുവൻ കോച്ചുകളും നശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് MRI വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. MRIയിൽ ഒരു പരിധി വരെ നമുക്ക് കോച്ചുകൾ നശിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള അറിയാം. CT സ്കാനിൽ നമുക്കത് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൾ ഉണ്ടോ ഡോക്ടർ? ഹലോ ഹലോ, കോൾ കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, പലർക്കും പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ പലർക്കും മാറുന്നുണ്ട്, ചിലർക്ക് മാറുന്നില്ല. ഇതിന്റെ ഡിഗ്രി എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? പൂർണ്ണമായിട്ട് മാറും മാറില്ല എന്നുള്ളത്? അത് പ്രധാനമായിട്ടും നമ്മൾ എത്രത്തോളം ഡാമേജ് എത്തി എന്നുള്ളതാണ് അതിൻ്റെ മേജർ ഇതുള്ളത്. പിന്നെ നമ്മൾ കാണുന്ന ഡെഫിസിറ്റ് അധികം അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഡെഫിസിറ്റ് അധികം മോട്ടോർ വീക്ക്നെസ്. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അവരെ നടക്കുക അല്ലെങ്കിൽ കൈൻ്റെ കാലിൻ്റെ ശക്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ എപ്പി സെൻറ്റർ എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരാളെ എപ്പി സെൻറ്റർ ചിലപ്പം കണ്ണിൻ്റെ അവിടെ ആയിരിക്കും. അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് മെല്ലെ മെല്ലെ കാലിനും കയ്യിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വരുമ്പോൾ അവർക്ക് നല്ല ഡെഫിസിറ്റ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഈ ഭാഗത്തൊക്കെ നമ്മുടെ സാധാരണ പറയുക ഒരു ഇൻഫാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഇതുണ്ടാവുക. അവിടെയായിട്ടുള്ള കോച്ചങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കുറേ കോച്ചങ്ങൾ ഒരു ഭാഗികമായിട്ടേ നശിച്ചിട്ടുണ്ടാവുള്ളൂ. അവർ എന്തെങ്കിലും കാരണത്തിൽ പിന്നെ ഈ ചില ആളുകൾക്കൊക്കെ വെറുതെ തന്നെ സ്പോണ്ടേനിയസ് റിക്കവറി, അതായത് റീകാനലൈസേഷൻ എന്ന് പറയും, അടഞ്ഞ രക്തക്കോൽ തുറക്കുന്നത്. കുറേ ആളുകൾക്ക് വെറുതെ തന്നെ തുറക്കും, അല്ലെങ്കിൽ നമ്മളെ മരുന്നുകൾ കൊണ്ട് തുറക്കും, അല്ലെങ്കിൽ ഇൻട്രാവീനസ് ത്രോംബോലൈസിസ് കൊണ്ട് തുറക്കും, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇതുകൊണ്ട് തുറക്കും. അങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ ഈ രക്തം ഏറ്റവും വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗികമായി നശിച്ച കോശങ്ങളൊക്കെ റീജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മളെ എപ്പി സെൻറ്റർ തന്നെ കൈയിൻ്റെ കാലിൻ്റെ സെൻറ്ററിലാണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് റിക്കവറി ചിലപ്പോൾ കുറവായിരിക്കും. അവർ മെക്കാനിക്കൽ രീതിയിലാണ് നമ്മൾ ചികിത്സിച്ചതെന്നുണ്ടെങ്കിൽ സമയമാവുന്നതിന് മുമ്പാണെങ്കിൽ അവർ തന്നെ പൂർണ്ണമായിട്ടും മാറിയിട്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ ചില ആളുകളൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ട് കറവക്കാരാണ്, തിരിച്ചിപ്പോഴും പോയി ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു സെക്യൂരിറ്റി, അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് ഉണ്ടായതാണ്. അപ്പോൾ പിന്നെ ഭാഗ്യവശാൽ അയാൾക്ക് ഉണ്ടായത് MRIൻ്റെ വളരെ അടുത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടായത്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ MRI കഴിഞ്ഞു. ലെസ് ദാൻ ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ മരുന്നും തുടങ്ങി. അയാളൊക്കെ ഒരു 7ാമത്തെ ദിവസം, അന്ന് ഒരു ദിവസം പൂർണ്ണ ഇതുണ്ടെങ്കിലും 7ാമത്തെ ദിവസം തിരിച്ചു വന്നിട്ട് അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഒരു 3-4 വർഷമായിട്ട് സുഖമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വേഗം ചികിത്സിച്ചു, പിന്നെ എന്തൊക്കെ തരത്തിലാണ് ഇതിനെ ഈ റീകാനലൈസേഷൻ, അതാ ബ്ലോക്ക് രക്തകോൽ തുറന്നത്, പിന്നെ നമ്മളെ എപ്പി സെൻറ്റർ ഇത് ഉണ്ടാകുമ്പം ഏത് ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ എപ്പി സെൻറ്റർ തന്നെ കൈയിൻ്റെ കാലിൻ്റെ ഇതിലെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് റിക്കവറി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡോക്ടർ, സമയം ഇവിടെ പൂർണ്ണമായി. പക്ഷാഘാതത്തെക്കുറിച്ചും അതിൻ്റെ നൂതന ചികിത്സാ രീതികളെയും കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു.